സോ അപ്പോൾ നമ്മൾ ഏരൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് വന്നു. നമുക്ക് കഴിക്കാൻ വന്നതാണ്. ഇവർക്ക് ഇവിടെ അരിയൊന്നുമില്ല. മറ്റേ വണ്ടി ഓടിച്ചോണ്ടേ ഇരിക്കുക. ഞങ്ങൾക്കൊരു വിമാനം കിട്ടി. ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയതാണ്. ഇവരുടെ സ്പെഷ്യൽ ഫുഡ് എന്താന്ന് വെച്ചാൽ വിചാരിക്കും ഉണ്ണിയപ്പമാണ്, പക്ഷെ ഇത് ഉണ്ണിയപ്പമില്ല. മോൻ കഴിയാൻ തോന്നുന്നുണ്ട്. സോ അപ്പോൾ നമ്മൾ ഏരൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് വന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ കൂട്ടുകാരൻ്റെ വല്യമ്മൻ്റെ വീടാണ്. അപ്പോൾ ഇവിടെ ഒന്ന് നിർത്തിയിട്ട് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് അവൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ്. ഇവിടെ നിന്നൊരു 200-250 കിലോമീറ്റർ ഉണ്ട് ഇനി അവൻ്റെ വീട്ടിലോട്ട്. ഇങ്ങോട്ട് വരാൻ തന്നെ ഇപ്പോൾ നിങ്ങൾ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്രയ്ക്ക് ഇതായിട്ടാണ് ഇങ്ങോട്ട് തന്നെ വന്നത്. അപ്പോൾ ഈ ഇവിടെ നിന്ന് 250 കിലോമീറ്റർ ഉണ്ട്. നോക്കാം. ഇവിടുത്തെ വീടൊക്കെ എന്ന് പറയണത് ഭയങ്കര ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ. അടുപ്പിച്ചടുപ്പിച്ച് ചെറിയ ചെറിയ വീടുകൾ. അപ്പോൾ നോക്കാം ഇനി ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. വഴി വരും. സ്റ്റേ ട്യൂൺഡ് ഗൈസ്. നമുക്ക് കഴിക്കാൻ വന്നതാണ്. ഇതെന്ന് പറയുന്നത് പൊരി. ഇതൊക്കെ എന്താന്ന് അറിഞ്ഞൂടാ. എന്തോ പൊരി താളിച്ചതോ അങ്ങനെ എന്തോ ആണ്. കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടാവും അറിയില്ല. നോക്കട്ടെ. അത് ഇവർക്ക് ഇവിടെ അരിയൊന്നുമില്ല തോന്നുന്നു. ഇവര് മറ്റേ പൊരിയായിരുന്നു. മറ്റേ ലെമൺ റൈസ് ഒക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഒരു പൊരിയും കൊണ്ട് ഉണ്ടാക്കിയത്. കുഴപ്പമില്ല. എനിക്ക് അത്രക്ക് താല്പര്യപ്പെട്ടിട്ടില്ല. എന്തായാലും തിന്നു നോക്കട്ടെ. പൊരിയാണ് എന്തായാലും. നനച്ചതാ. കുഴപ്പമില്ല. അപ്പൊ ഞാൻ എന്തായാലും തിന്നു നോക്കട്ടെ. വണ്ടി ഓടിച്ചോണ്ടേ ഇരിക്കുക. എന്തായാലും വീട് എത്തണില്ല. ഒരു 10-30 സ്ഥലത്ത് നിർത്തിയായിരുന്നു. ഇവർക്കാർക്കും ഒറ്റയടിക്ക് അങ്ങ് പോകാനുള്ള ഒരു ഇതില്ല, കപ്പാസിറ്റി. നമ്മളൊക്കെ നാട്ടിലോട്ട് 510-530 കിലോമീറ്റർ ഒറ്റയടിക്ക് സിമ്പിളായിട്ട് പോയതാണ്. ഇവിടെ ഒരു 450 കിലോമീറ്റർ വരാൻ പറ്റുന്നില്ല. അവന്മാര് ഈ R15 വെച്ചിട്ട് വന്നിട്ട് 40 സ്ഥലത്ത് നിർത്തുക. 30 കിലോമീറ്റർ പോയി അപ്പൊ 3 പ്രാവശ്യം നിർത്തും. ഓരോ 10 കിലോമീറ്റർ ഓരോ പ്രാവശ്യം നിർത്തും. ഇതിപ്പോ അവിടെ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം സ്ഥലത്തുനിന്ന് ഒരു 10 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ. ഇന്നിപ്പോ വീണ്ടും വന്നിരുന്നു. അപ്പൊ ഇനി കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും പോവാനെ. എന്ത് ചെയ്യാനാ? ആ പുള്ളിക്കാണ് വയ്യാക, ഇരിക്കാൻ വയ്യാന്ന്. എന്ത് ചെയ്യാന്? നോക്കട്ടെ. അപ്പൊ ശരി, എന്നാ ഇവിടുന്ന് ഇറങ്ങും. ഈ കടയിൽ നിന്ന് കുറച്ച് ചിപ്സ് ഒക്കെ വാങ്ങിയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരു കളിപ്പാട്ടം കിട്ടി. കാണണം. ഇതുണ്ടോ? ഞങ്ങൾക്കൊരു വിമാനം കിട്ടി. ഇതിന്റെ അകത്തുനിന്ന് കിട്ടിയതാ. പറക്കോ? ഓ, പറക്കുന്ന വിമാനമാണ് കേട്ടോ. ഇത് പറപ്പിച്ച് കാണിച്ചു തരാം. ഇതൊക്കെ തിന്നു കഴിഞ്ഞിട്ട് ഇത് പറപ്പിച്ച് കാണിച്ചു തരാം. ഇങ്ങനത്തെ വാങ്ങിയാൽ മതിയായിരുന്നു കേട്ടോ. കുറെ കളിപ്പാട്ടം കിട്ടുമായിരുന്നു. അപ്പൊ ഒരു കളിപ്പാട്ടം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ തിന്നു കഴിഞ്ഞിട്ട് പറപ്പിച്ച് കാണിച്ചു തരാം. ശരി. അപ്പൊ നമ്മള് കടയില് മറ്റേ ചിപ്സ് കഴിച്ചപ്പോ നമുക്ക് ഞാൻ സ്നാനം പാടുപുറത്തിന്. അപ്പോ ചിപ്സ് കഴിച്ചപ്പോഴേ നമുക്ക് കളിക്കാൻ ഒരു കളിപ്പാട്ടം കിട്ടിയില്ലേ. അപ്പൊ അത് എങ്ങനെ കളിക്കാന്നറിയില്ല. കടിച്ചിട്ട് വരുന്നില്ല. കടിച്ചിട്ട് കിട്ടുന്നില്ല. അത് ഇതിന്റെ ഉണ്ടയാണ് തെറിച്ചു പോകുന്നുണ്ട്. തെറിച്ചു പോയി. അതിന്റെ കൂടെ മറ്റേ ഇതും പോയി. സ്പ്രിങ്ങും പോയി. സെറ്റ്. അപ്പൊ ഇനി ഞാൻ അത് കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് കുളിക്കട്ടെ. ശരി, കുളിച്ചിട്ട് ഫുഡ് കഴിക്കണം. സെറ്റ്.
അപ്പൊ നമ്മളങ്ങനെ ചേതന്റെ വീട്ടിലെത്തി, കുളിച്ച് കുട്ടപ്പനായി. അപ്പോ ഇവരുടെ സ്പെഷ്യൽ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഇരിക്കുവാണ്. ഇവരുടെ സ്പെഷ്യൽ ഫുഡ് എന്താന്ന് വെച്ചാൽ ഇതാണ് ഇവരുടെ സ്പെഷ്യൽ ഫുഡ്. ഇതെന്ന് പറയുന്നത് ചോളത്തിന്റെ റൊട്ടി എന്ന് പറയും. പക്ഷെ ഇത് പപ്പടം പോലെ ഉണ്ടാവും. പക്ഷെ ഇത് ഇവരുടെ കറി ഇതൊക്കെ ആക്കി വെച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും. അപ്പൊ നന്നായിട്ടുണ്ടാവും പറഞ്ഞത്. ഇത് എനിക്ക് കാണുമ്പോൾ എനിക്ക് പപ്പടം പോലെയാണ് തോന്നിയത്. പക്ഷെ അത് ചോളവും കൊണ്ട് ഉണ്ടാക്കിയ റൊട്ടി എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ എല്ലാവരും അത് തന്നെ കഴിക്കാം. അപ്പൊ നമുക്കത് കഴിച്ചു നോക്കാം. വൈകാട്ടിനെ കിട്ടിയിട്ടുണ്ട്. കണോ, ഇത് പപ്പടം പോലെ ഇങ്ങനെ പൊടിഞ്ഞു കൊണ്ട് കണോ. മമ്മി ഏൻ പല്ലേ ഇത് വെറുതെ തിന്നുമ്പോ ടേസ്റ്റ് ഉണ്ട് കേട്ടാ. പക്ഷെ ഇത് ചപ്പാത്തി പോലെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് വല്ല ഉപ്പേരിയോ അങ്ങനെ വല്ലതും വെച്ച് കഴിക്കാം. പക്ഷെ ഇത് ചപ്പാത്തി പോലെയല്ല, പപ്പടം പോലെയാണ്. അപ്പൊ എങ്ങനെ തിന്നൊന്നറിയില്ല, പൊടിച്ച് തന്നെ നോക്കാം. അപ്പൊ നമ്മളിത് പപ്പടം പോലെയാണ്, അങ്ങനെ തിന്നാന്നറിയില്ല. ഇത് ഞാൻ കുറച്ച് പപ്പടം പോലെ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് തിന്നു നോക്കാം, എങ്ങനെ ഉണ്ടാവും നോക്കാം. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. പക്ഷെ ഇത് പപ്പടം പോലെ ആയതുകൊണ്ട് നമുക്ക് തിന്നാൻ ഒരു ഇത് കിട്ടില്ല. പക്ഷെ ഈ സംഭവം ചപ്പാത്തി പോലെയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തിന്നാം. ഇല്ല വേണ്ട, ചപ്പാത്തി പോലെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ. ഇത് പപ്പടം പോലെ ആയതുകൊണ്ട് ചവയ്ക്കാൻ ഒരു ഇത് ഉപ്പേരി പോലെ എടുത്ത് തിന്നാനും കിട്ടുന്നില്ല. അപ്പൊ എന്തായാലും എങ്ങനെയെങ്കിലൊക്കെ ഞാനിത് തിന്ന് തീർക്കാൻ നോക്കട്ടെ. അപ്പോൾ ഇനി തിന്ന് കഴിഞ്ഞിട്ട് ബാക്കി എന്താ പരിപാടി എന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് കുറച്ചേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇപ്പൊ അവന്റെ വണ്ടി പൂജ ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ അവന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിലോട്ട് വന്നിരിക്കുക. നാളെ വേറെ വലിയ അമ്പലത്തിലോട്ട് പോകും. പക്ഷെ ഇപ്പൊ ഇവിടെ ചെറിയ അമ്പലത്തിൽ പൂജ ചെയ്യാൻ വന്നിരിക്കുക. ಎಷ್ಟು ಜನ ನಿಂತ್ಕೊಂಡು ಗಾಡಿ ನೋಡಕ್ಕೆ ಗಾಡಿ എല്ലാരും ചോദിക്കണ്ടല്ലേ. അവന്റെ ബൈക്ക് കാണാൻ കൂടി ആൾക്കൂട്ടാണ് ഇതൊക്കെ. എന്താ എത്ര പേരെ കൂടിയിരിക്കുന്നു. ಫೋನ್ ಚಾರ್ಜ್ ಮಾಡ್ಕೊಳ್ತ ಫೋನ್ ಚಾರ್ಜ್ ರೆಡಿ ಆಗಬೇಕು. ನನ್ನ ಅಲ್ಲೇ കുളിച്ച് റെഡി ആർക്കുന്നു. നീ ആരാമാಗಿದ್ದು ಇದು ಮಾಡು. നമ്മൾ രാത്രി അവിടെ കിടന്നത് അടിപൊളിയായിരുന്നു. വീടിന്റെ ടെറസിന്റെ മുകളിൽ ആകാശം കണ്ട് കിടന്നു. നമ്മള് രാത്രി അധികം ചൂട് അധികം തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ചൂടായിരുന്നു. രാവിലെ എണീറ്റ് നോക്കുമ്പോ ചുരുണ്ട് കൂടിയിട്ട് തണുത്ത് വിറച്ചിട്ട് ചുരുണ്ട് കൂടി കിടന്നു. അങ്ങനെയാണ്. പിന്നെ എണീറ്റ് പല്ല് വെച്ച് അമ്പലത്തിലോട്ട് ഇറങ്ങട്ടെ. ഓക്കെ, അപ്പൊ ശരി എന്നാ. ಬಿಡೋಣ ಬೇಡ, ಹಾಕ್ಬೇಡಿ ಇದ್ನ ಅಲ್ಲಿ ಮಾಡೋಣ. ದಿಕ್ಕಿಲ್ ನಂದ ಹೆಲ್ಮೆಟ್ ಸೆಟ್ ಮಾಡ್ಕೊಂಡೆ. காத்திருந்தால் எதிர்பார்த்திருந்தால் ஒரு நிமிஷம் வருஷமடி. கண்கள் எல்லாம் என்னை பார்ப்பது போல்
ഒരു കലക്കമും തോன்றுதடி. ഗൈസ് അങ്ങനെ രാവിലെ എണീറ്റു, കുളിച്ച് റെഡിയായി. പിന്നെ നമ്മുടെ വണ്ടി അങ്ങ് നമ്മൾ കഴുകി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കണം, ഇവിടെ നിന്ന് ഇറങ്ങണം, നേരെ അമ്പലത്തിലോട്ട് പോകണം. ഇവരുടെ ഏതോ കുടുംബക്ഷേത്രമോ വീട്ടമ്പലമോ അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിൽ പോകണം, വണ്ടി പൂജ ചെയ്യണം, സെറ്റ് ആവണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ രാവിലത്തെ ഫുഡ് കഴിക്കട്ടെ. ഇത് എന്താണെന്നറിയോ, നിങ്ങൾ വിചാരിക്കും ഉണ്ണിയപ്പമാണ്, പക്ഷെ ഇത് ഉണ്ണിയപ്പമല്ല, ഇവിടുത്തെ പഡു എന്ന് പറയും. ഈ സാധനം ചട്നിയിൽ കൂട്ടിട്ടാ കഴിക്കുക. ഉണ്ണിയപ്പം പോലെ ഇല്ലേ, പക്ഷെ അത് ഉണ്ണിയപ്പത്തിന്റെ ടേസ്റ്റ് അല്ല. അതണ്ട, നമ്മളിത് ചട്നി കൂട്ടിട്ടായിരിക്കും കഴിക്കുക. ഒരു ഉണ്ണിയപ്പം പോലെ ഉണ്ടാക്കണോ, പക്ഷെ നമ്മള് മധുരമിട്ട് ഉണ്ടാക്കും. ഇത് മധുരമില്ല. അപ്പൊ ഇതാണ് പഡു. പഡു ഗൈസ്, കഴിച്ചു നോക്കാം അങ്ങനെ ഉണ്ടാവും, നോക്കാം. ലെറ്റ്സ് ട്രൈ. കുഴപ്പമില്ല കേട്ടോ. ನನಗೆ ಕಳಿಸು വീഡിയോ ಸಕ್ಕತ್ತಾಗಿ ಬಂತಲ್ಲ. ഗൈസ് അങ്ങനെ നമ്മള് പഡു തന്നെയാണ്. ഇന്നലെ നമ്മള് ಮೆನ್ಷನ್ ಮಾಡ್ಲಾ? പപ്പടം പോലത്തെ എന്തൊക്കെ തിന്നു. ഇന്നിപ്പോ നമ്മളിത് പഡു തിന്നു. പഡു എന്ന് പറഞ്ഞ ഉണ്ണിയപ്പം. അപ്പൊ ഞാനിത് കഴിച്ചിട്ട് വരാം, ഇറങ്ങുമ്പോ കാണാം. സോ ഗൈസ് അങ്ങനെ നമ്മള് ഫുഡ് കഴിച്ചു. രാവിലത്തെ പഡു കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളിത് അമ്പലത്തിലോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഇവിടെ നിന്ന് അമ്പലത്തിലോട്ടെന്ന് പറയുന്നത് ഒരു 100-150 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇറങ്ങിയാൽ ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അവിടെ എത്തുള്ളൂ. സോ നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, ഇനി നേരെ അമ്പലത്തിൽ വെച്ച് കാണാം. പോവാണ് ഗൈസ്. അങ്ങനെ ഒന്നൂടെ പോവാണ്, ഒന്നൂടെ നമ്മൾ പോവാണ് ഗൈസ്. നമ്മൾ അമ്പലത്തേക്ക് പോണ വഴിയില് കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞിട്ട് നിർത്തിയതാ. ഇവിടെ തൊട്ടടുത്ത് നിങ്ങൾ നേരത്തെ ഒരു പാലം കണ്ടില്ലായിരുന്നു, അവിടെ പോകാൻ പറ്റുന്ന ആരോടെങ്കിലും ചോദിക്കാന്ന് പറഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പൊ നോക്കാം, എന്തായാലും അമ്പലം എത്തിയിട്ടില്ല. ಇವಾಗ ಎಲ್ಲಿಗೆ ಹೋಗೋದು, ಇಲ್ಲಿ ಬಂತು ರೆಸ್ಟ್ ಮಾಡ್ತಾ ಗಾಯ್ಸ್. ನಾವು ಯಾದಗಿರಿಯಲ್ಲಿರೋ ಮೈಲಾಪುರ ಮನೆ ದೇವಸ್ಥಾನಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದೋ ಗಾಡಿ ಪೂಜೆ ಮಾಡ್ಸೋದಕ್ಕೆ. ಆನ್ ದ ವೇನಲ್ಲಿ ಅತ್ತಿಗೂಡೂರು ಅಂತ ಅಲ್ಲಿ ಸ್ವಲ್ಪ ರೆಸ್ಟ್ ತಗೋತಾ ಇದೀವಿ. ಇನ್ನೂ ನಂಗನ್ಸಿರೋ ಮಟ್ಟಿಗೆ ಇನ್ನೂ 70 ಕಿಲೋಮೀಟರ್ ಬಾಕಿ ಇದೆ. ಇಲ್ಲಿಂದ ಇವಾಗ ಹೊರಡ್ತೀವಿ. ನಿಮಗೆ ದೇವಸ್ಥಾನ ಎಲ್ಲ ಹೇಗಿರುತ್ತೆ ಅಂತ ತೋರಿಸ್ತೀವಿ. ವಿಡಿಯೋನ ಕಡೆವರೆಗೂ ನೋಡ್ತಾ ಇರಿ. ಮತ್ತೆ ಹಾಗೆ ಚಾನಲ್ಗೆ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ, ಮತ್ತೆ ಶೇರ್ ಮಾಡಿ, ಮತ್ತೆ ಬೆಲ್ ಐಕನ್ನ ಒತ್ತಿ അಷ್ಟേ. അപ്പൊ എല്ലാരും ഒത്തി ഗൈസ്, പറഞ്ഞ പോലെ എല്ലാരും ഒത്തി പ്രസ് ചെയ്ത് അടിച്ചു പൊട്ടിക്കാം.